ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 8 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് വീക്കിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ദിവസം അല്ലെങ്കിൽ വീക്കെൻഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എന്താണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് റിവിഷനാണ്. ഓക്കെ, റിവിഷനാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ഫോക്കസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡുകളിലും. ഇത് വളരെ ഏറ്റവും, അതായത് എനിക്ക് തോന്നുന്നത് ഈ വീക്കിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനായിരിക്കും റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ജോഗ്രഫി, എൻ്റെ ആയിട്ടുള്ള ജോഗ്രഫി കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള സമയം ഇട്ട് നമ്മൾ നോക്കി ആവശ്യത്തിന്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? PYQ. കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ, ഒരു 500ഓളം ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PYQ കറക്റ്റ് ചെയ്ത് നോക്കി ഈ ക്വസ്റ്റ്യനിൽ മാസ്റ്ററി നേടുക എന്നുള്ളതാണ് ജോഗ്രഫി നമുക്ക് മാസ്റ്ററി നേടാനുള്ള ഫസ്റ്റ് മാർഗം. അതായത് നമ്മൾ ടോപ്പിക് നോക്കി പഠിക്കുക, ഏത് രീതിയിലാണ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നോക്കുക, അതെങ്ങനെ MCQ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ ഇന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അതിനിങ്ങനെ ഉത്തരം ചെയ്യണം എന്നൊരു മനസ്സിലാക്കുക കറക്റ്റായിട്ട്. അതുപോലെ തന്നെ അതിൽ വരുന്ന ആ PYQയിൽ വരുന്ന ടോപ്പിക്ക് റിവേഴ്സ് ട്രേസിങ് അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആ ടോപ്പിക്ക് പഠിക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണോ എന്നാൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആ ടോപ്പിക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇപ്പോൾ ഡ്യൂവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. എന്താണ് ഡ്യൂ, എന്താണ്, അതുപോലെ തന്നെ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുക. ഡ്യൂ എന്താണ്, ഡ്യൂ പോയിൻ്റ് എന്താണ്, സാച്ചുറേഷൻ പോയിൻ്റ് എന്താണ്, ഹ്യൂമിഡിറ്റി, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലത്തെ റിലേറ്റീവ് ടോപ്പിക്കുകൾ കുറച്ച് പഠിക്കുക. പിന്നെ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഫ്രോസ്റ്റ്, പിന്നെ ക്ലൗഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ വയ്ക്കുമ്പോൾ, കാരണം ഇതേപോലത്തെ ടോപ്പിക്കൊക്കെ വേറെ കുറേ വരുന്നുണ്ട്. അതേപോലെ വേൾഡ് ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോപ്പൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, കോപ്പൻ എന്ന് പറഞ്ഞ ആളുടെ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. അപ്പോൾ അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ എന്താണോ പഠിച്ചത്, ഇവിടുത്തെ ഇമ്പോർട്ടൻസിന് പുതിയതൊന്നും പഠിക്കുക എന്നുള്ളതല്ല കേട്ടോ. ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് ദിവസത്തെ നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതൊന്നും റിവൈസ് ചെയ്യുക. പുതിയതൊന്നും പഠിക്കില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച സാധനം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. നമ്മളിപ്പം PYQs ഒരു 100 PYQs ചെയ്തെന്ന് നോക്കി, ആ 100 PYQ ഒന്നുകൂടെ നോക്കാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് സമയം എടുത്തല്ല, കുറച്ചുകൂടെ സ്പീഡിൽ നോക്കാം. നമ്മൾ നോക്കിയത് ആദ്യം നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പതുക്കെ നോക്കും. ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കണ്ടതുകൊണ്ട് കുറച്ചുകൂടെ ഫെമിലിയറാണ് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സ്പീഡിൽ PYQ ഒന്നുകൂടെ ആ 100 PYQ ഒന്നുകൂടെ നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വെച്ചത് ആൻസർ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് പഠിച്ച ടോപ്പിക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഡ്യൂ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ടോപ്പിക്ക് തന്നെ നിൽക്കാം. ഡ്യൂ എന്താണ്, അതെപ്പോഴാണ് അത് ആവുന്നത്, ഇതിലേത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ചോദിച്ചത് എന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കാം. ആലോചിച്ച് നോക്കിയിട്ട് ഏതൊക്കെ പോയിൻ്റ് കിട്ടി അത് നമുക്ക് ഓർമ്മ ഉള്ള പോയിൻ്റാണ്. ഓർമ്മയില്ലാത്ത ഏത് പോയിൻ്റ് കിട്ടാത്തത് തിരിച്ച് സോഴ്സ് മെറ്റീരിയലിൽ പോവുക, ആ ഇത് നോക്കുക, പഠിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റീകോൾ ടെക്നിക്ക്. ആക്റ്റീവ് റീകോൾ ടെക്നിക്കിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 ദിവസം മോക്ക് പേപ്പർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ദിവസം ചെയ്ത മോക്ക് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ കറണ്ട് അഫെയർ നമ്മൾ ജൂൺ 1 മുതൽ 60 പേജ് വരെയും ഒക്ടോബർ 1 മുതൽ 90 പേജ് വരെയുള്ള ടോപ്പിക് ഇത്രയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ CSAT നമ്പർ സിസ്റ്റം, വർക്ക് എനർജി പവർ, പെർസെൻറ്റേജ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ 30 റേഡി കോമ്പറൻഷൻ. ഇത്രയിൽ നമ്മൾ എത്ര ചെയ്തത് ഇതിലിപ്പം നമുക്ക് കുറേ പെൻഡിങ് കാണും, അതൊക്കെ അവിടെ കിടക്കട്ട്. ചെയ്തത് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അതാണ് ഫസ്റ്റ് അജണ്ട എന്നാണ്. കാരണം നമ്മൾ പഠിച്ച സാധനത്തിൽ നിന്ന് നമുക്ക് ഉത്തരം പോകരുത്. നമുക്ക് പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ നമ്മൾ പഠിച്ച സാധനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച സാധനത്തിനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൺസോളിഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കുന്നതെല്ലാം ചെതറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ 2 മണിക്കൂർ പേപ്പറിനകത്ത് അതിനെ വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഈ ചെതറി പഠിക്കാൻ ഫസ്റ്റ് കൺസോളിഡേറ്റ് ചെയ്ത് അതിനെ റിവൈസ് ചെയ്ത് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ എക്സാം ഹാളിൽ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് നമ്മുടെ അജണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഇത് ആദ്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീക്കെൻഡിൻ്റെ കാര്യം അറിയാം. സാറ്റർഡേ സൺഡേ ഉണ്ട്. ഹാഫ് ഡേയ്സ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ പകുതി ഡേ നമ്മൾ ബ്രേക്കാണ് ഇട്ടിരിക്കണം. പകുതി ദിവസം മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതാണ് ഒരു ദിവസം എടുക്കുക. ഇതിൽ തന്നെ 2 ദിവസം ഒരുമിച്ച് എടുക്കാതെ ഒരു ദിവസം മാത്രം എടുക്കുക. വേണം ബ്രേക്ക് അത്യാവശ്യം ആയിട്ടുള്ള കുറേ ഫ്രീ ടൈം വേണമെന്നുള്ളവർ 2 ദിവസമായിട്ട് ഹാഫ് ഡേ വെച്ച് എടുക്കുക. അതാണ് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ സിലബസ് കറക്റ്റായിട്ട് തീരത്തില്ല നമുക്ക്. അതുപോലെ തന്നെ ബാക്കി പെൻഡിങ് ആയിട്ടുള്ള നമുക്ക് പോളിറ്റി ടോപ്പിക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, പോളിറ്റീന് ആദ്യത്തെ 10 പാഠം
ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇവിടെ പുതിയ ലക്ഷ്മികാന്തിൽ കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പാഠം ആഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കുക. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞ ടോപ്പിക്ക് അത് 2-3 ക്വസ്റ്റ്യൻസ് ആ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, 2-3 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ PYQ, ഇത് ഇങ്ങനെയാണ് ഈ 10 പാഠത്തിൻ്റെയും PYQs പഠിക്കുക, PYQs വഴി ടോപ്പിക് പഠിക്കുക. ഓക്കെ, സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, യൂണിയൻ ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരെയുള്ള പഠിച്ചത്. ആർട്ടിക്കിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, എവിടെ തൊട്ടാണ് തുടങ്ങണം? ആർട്ടിക്കിൾ ഇവിടെ 1 ഇവിടെ തൊട്ട് തുടങ്ങും, യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു DPSP തീരുമ്പോൾ ഏകദേശം 51 ആർട്ടിക്കിൾ വരും. ഓക്കെ, ഈ 1 മുതൽ 51 വരെ ഉള്ളത് അത് നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്, പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഈ റിവിഷൻ ചെയ്തതിന് ശേഷം. ഓക്കെ, ഇത് 2 ദിവസത്തെയും കൂടെയാണ്, ശനി ഞായർ 2 കൂടെ ചേർത്താണ് പറയുന്നത്. ഇനി ഞായറാഴ്ചത്തേക്ക് പ്രത്യേക ഒരു ടൈം ടേബിൾ ഇല്ല, ശനി ഞായറും കൂടെ ചേർത്താണ് പറയുന്നത്. 2 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ. അടുത്ത് എക്കണോമി എന്ന് പറഞ്ഞാൽ 2 പില്ലറായിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ പഠിക്കുന്ന നോട്ടിൽ പില്ലർ ബേസ്ഡ് ആണ്. നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ പഠിക്കുന്ന ബുക്കിലെ ഇൻഡെക്സ് എടുത്ത് നോക്കുക, അതിൽ ഈ ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒന്ന് മണിയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മെറ്റാലിക് മണി, ലീഗൽ ടെൻഡർ എന്താണ്, ഫിയറ്റ് മണി എന്താണ് എന്നൊക്കെയുള്ള ടോപ്പിക്കുകൾ, മണിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ടോപ്പിക്കുകൾ. ഓക്കെ, പിന്നെ അതുപോലെ ഗാന്ധിജിയുടെ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെക്ക്. പിന്നെ അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ്, ഡിജിറ്റൽ പേയ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എന്താണ്, റുപ്പി എന്താണ്, അതേപോലത്തെ ഈ UPI ടെക്നോളജി, അല്ലെങ്കിൽ പൈസ എങ്ങനെ ഒരു കറൻസിയിൽ നിന്ന് നമ്മളിപ്പോൾ UPI ടെക്നോളജി വരെ എത്തി, അങ്ങനെയുള്ള ട്രാൻസിഷനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബേസിക് കോൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് നോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ബുക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ ടോപ്പിക്ക്. ബേസിക്കായിട്ട് നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ കാർഡ് ടോക്കണൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ അകത്താണെങ്കിൽ ഡെബിറ്റ് കാർഡില്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിന് പോയി പൈസ പേ ചെയ്യുന്ന സമയത്ത് കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും, ഡെബിറ്റ് കാർഡിൻ്റെ. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കാർഡ് അവർ സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ ലീക്ക് വരെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റയാണ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കാർഡ് സേവ് ചെയ്യാതെ ഈ കാർഡ് നമ്പറിന് വരെ വേറൊരു ഡിജിറ്റ് നമ്പർ, ഓക്കെ, കുറച്ച് നമ്പേഴ്സ് കാണും. ഈ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കാർഡ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാക്ട്ലി അവരുടെ സർവറിൻ്റെ അകത്ത് ഒറിജിനൽ കാർഡ് നമ്പർ പോകില്ല, ഈ ഒരു നമ്പരേ പോകുള്ളൂ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ നമ്പരേ പോവുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മുടെ കാർഡിൻ്റെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് കാർഡ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ കുറേ കറണ്ട് അഫെയർ റിലേറ്റഡ് സാധനങ്ങൾ ഇതിൽ സാറ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ കാര്യവും അവരുടെ റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പില്ലറിൽ. രണ്ടാമത്തെ പില്ലർ മണി സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് മണിയുടെ ഡിമാൻഡ് സപ്ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ NCERT കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ M0, M1, M2, M3, എന്താണ് ബ്രോഡ് മണി, എന്താണ് നാരോ മണി, ഇതൊക്കെ ഞാൻ കുറേയൊക്കെ NCERT ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതും കൂടെ നിങ്ങൾ വേണമെങ്കിൽ നോക്കുക, ടോപ്പിക്ക് ഡൗട്ട് വേണമെങ്കിൽ. പിന്നെ ബേസിക് ടേംസ് CRR, SLR, മോണിറ്ററി പോളിസിയുടെ അകത്ത് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന് തന്നെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സ്പെഷ്യൽ CRR, ഇൻക്രിമെൻ്റൽ CRR ഒക്കെ ഈ പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കറണ്ട് അഫയേഴ്സിലുള്ള ടോപ്പിക്കാണ് ഇൻക്രിമെൻ്റൽ CRR എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള മോണിറ്ററി പോളിസീസ് ഏതൊക്കെയാണെന്ന് ബ്രീഫായിട്ട് പഠിക്കുക. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ബോണ്ട് ഈൽഡ് നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബോണ്ട് ഈൽഡ് എന്താണ്, അതും ബോണ്ട് പ്രൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ബോണ്ട് ഈൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് പ്രൈസ്. അപ്പോൾ അതെന്താണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. പിന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസ്, മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, അതൊക്കെ എന്താണ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, PSL എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബേസിക്കായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് മോണിറ്ററി പോളിസി തീരുമാനങ്ങൾ ഏതൊക്കെയാണ്, ഗവൺമെൻറ് അല്ല, നമ്മൾ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, മോണിറ്ററി പോളിസിയുടെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് പഠിക്കുക. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എക്കണോമിക്കും പഠിക്കുക. അപ്പോൾ നമുക്ക് പോളിറ്റിക്കും കുറേ കവറേജ് കിട്ടും, എക്കണോമിക്കും കിട്ടും. അങ്ങനെ നമുക്ക് ഈ ബാക്കി സിലബസ് വയ്ക്കുമ്പോൾ തന്നെ ഈ പെൻഡിങ് ഉള്ള പോളിറ്റി എക്കണോമിയും കൂടെ ഇത് തീരാത്തവർക്ക് തീർത്തു പോകുന്ന രീതിയിലാണ് ഞാൻ ഇതിട്ടത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു സാധനം കൂടെ ഉണ്ട്, കറണ്ട് അഫെയർ വരുമ്പോൾ ബാക്കി ജൂണിൻ്റെ 60 പേജ് വരെയാണ് നമ്മൾ നോക്കിയാൽ, ബാക്കി 60 പേജ് കൂടെ നോക്കുക. അപ്പോൾ ജൂണിലെ കറണ്ട് അഫെയർ കംപ്ലീറ്റ് ആയിട്ട് തീരും. ഇത് 2 ദിവസത്തേക്കുള്ളതാണ്, ഇന്നും നാളത്തേക്കും കൂടെ ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേസിക് നമ്മൾ ജോഗ്രഫിയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ജോഗ്രഫി പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞാണ്, ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ 2 ടെസ്റ്റ് ആയിട്ടാണ് ഇട്ടത്. ഫസ്റ്റ് ടോപ്പിക്കിൽ മറ്റേ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും മിനറൽസും പിന്നെ എനർജി റിസോഴ്സും അപ്പോൾ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ നോക്കിയത്. പക്ഷേ രണ്ടാമത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഫിസിക്കൽ ജോഗ്രഫി പോർഷനും പിന്നെ അതുപോലെ ഇന്ത്യയുടെ പോർഷൻ, ഇന്ത്യൻ ജോഗ്രഫിയുടെ തന്നെ കുറച്ച് ഫിസിക്കൽ ഫാക്ടേഴ്സും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കേണ്ട ഒരു സാധനമാണ് മാപ്പിംഗ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ബേസിക് മാപ്പിംഗ് നമുക്കറിയാം. ഇന്ത്യയിലെ മൗണ്ടൻസും ഇന്ത്യയിലെ ലേക്സും ഇന്ത്യയിലെ റിവേഴ്സും ഏതൊക്കെയാണെന്ന് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഓപ്ഷൻസിൽ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓപ്ഷൻസിനെ. ഓക്കെ, അതുപോലെ തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യയുടെ ആയാലും ബേസിക് മാപ്പിംഗ്, വേൾഡിൻ്റെ ബേസിക് മാപ്പിംഗ്, എല്ലാ കോണ്ടിനെൻറ്റുള്ള യൂറോപ്പിലുള്ള മൗണ്ടൻസ് ബേസിക് ആയിട്ടുള്ള, പിന്നെ അതുപോലെ ഏഷ്യയിലുള്ള ബാക്കി മൗണ്ടൻസ് ഉണ്ടല്ലോ അത്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് മൗണ്ടൻ മാപ്പിംഗും കൂടെ നോക്കുക. പിന്നീട് നമുക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ ലാസ്റ്റ് റിവിഷൻ സെഷനായിട്ട് ക്ലാസ് എടുക്കാം. ലാസ്റ്റ് നമുക്ക് ഈ ബേസിക് സെഷണൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് സിലബസ് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത് നമ്മൾ മെയിൻ ഫുൾ ലെങ്ത് ടെസ്റ്റിലോട്ട് പോകുമല്ലോ ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് സിലബസ് കവർ ആവുമെങ്കിൽ നമുക്ക് ബാക്കി മാപ്പിംഗ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ബേസിക്കായിട്ട് ഞാൻ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റത്തിൻ്റെ മാപ്പിംഗ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ ബേസിക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. നമുക്കറിയാം നമ്മൾ ബേസിക്കായിട്ട് ഇപ്പം നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസ് എടുത്ത് വെച്ച് മാപ്പ് ചെയ്യുക. ഒന്നേ അറ്റ്ലസിൽ തന്നെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയും ഇതേപോലെ ഞാൻ ചെയ്തപോലെ മാപ്പ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്യാം. അതിൽ മാർക്ക് ചെയ്ത് ബേസിക്കായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതി അത് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് എടുക്കുക. എന്താണ് ഇന്ത്യയിലെ ഫിസിയോഗ്രഫിക് ഫീച്ചർ? മെയിനായിട്ട് മൗണ്ടൻസ് ആണ്. ഒന്ന് ഇവിടെയുള്ള ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം, അതിൻ്റെ ഇവിടെയുള്ള പ്ലെയിൻസ്, അടുത്ത് ഇവിടെയുള്ള പ്ലാറ്റ്യൂസ്, പിന്നെ ഇവിടെ സൈഡിൽ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. അതുപോലത്തെ ബേസിക് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്, പിന്നെ ഐലൻഡ്സ് ഉണ്ട്, ഐലൻഡ്സ് ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് പഠിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഫീച്ചറാണ് ഈ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റത്തിൽ തന്നെ എങ്ങനെയാണ് മൗണ്ടൻസ് ഫോം ചെയ്തതെന്ന് നമുക്കറിയാം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ചേരുമ്പോഴാണ് ഇവിടെ 2 പ്ലേറ്റ്, അതായത് ബേസിക്കായിട്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണ്. 2 കോണ്ടിനെൻ്റ് പ്ലേറ്റുകൾ തമ്മിൽ ഉരസി അത് കഴിഞ്ഞ് ഫോൾഡിങ് നടന്നാണ് ഹിമാലയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് ഇപ്പോൾ നമുക്ക് മാപ്പിംഗ് ആസ്പെക്റ്റ് മാത്രം നോക്കാം. അങ്ങനെ ഫോൾഡിങ് നടന്നാണ് ഹിമാലയ ഉണ്ടാകുന്നത്. ഇപ്പോഴും ആ ഫോൾഡിങ് ആക്ഷൻ നടക്കുന്നുണ്ട് തന്നെ, ഇപ്പോഴും ഹിമാലയ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഹിമാലയ തന്നെ പല പാർട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ, ഗ്രേറ്റ് ഹിമാലയ, മിഡിൽ ഹിമാലയ, ശിവാലിക് എന്ന് പറഞ്ഞ പല പാർട്ടുകളുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെയാണ് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യുറേഷ്യൻ പ്ലേറ്റ് വന്ന് തട്ടുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന മൗണ്ടൻ സിസ്റ്റംസാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞത്. അത് ഈ പ്ലേറ്റ് വന്ന് തട്ടിയതിന് ശേഷം ഉണ്ടായതാണ് ഗ്രേറ്റ് ഹിമാലയാസും മിഡിൽ ഹിമാലയാസും പിന്നെ ശിവാലിക്സും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിൽ ആദ്യം പഠിക്കാനുള്ള ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഒരു റേഞ്ചിനെ വിളിക്കുന്ന പേര് കാരക്കോറം റേഞ്ച് എന്നാണ്. ഓക്കെ, കാരക്കോറം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള റേഞ്ചാണ് കാരക്കോറം റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുള്ള മൗണ്ട് K2 അഥവാ ഗുഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന പീക്കുള്ള എവിടെയാണ്? കാരക്കോറം റേഞ്ചിലാണ് മനസ്സിലാക്കുക. അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ POK റീജിയനാണ്. നമുക്കറിയാം ഇന്ത്യയുമായിട്ട് ഇഷ്ടം പോലെ ടെറിട്ടോറിയൽ ക്ലാഷ് പാകിസ്ഥാനുമായിട്ട് നമുക്കുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീർ അടുത്തുള്ള കുറേ ഏരിയാസ് പാകിസ്ഥാൻ്റെ കീഴിലാണ്. നമുക്കറിയാം ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പോലത്തെ ഏരിയാസ് കോൺഫ്ലിക്റ്റ് ഏരിയാസാണ്. പിന്നെ അതുപോലെ ചൈനയുമായിട്ട് ഇന്ത്യക്ക് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അക്സൈച്ചിൻ പോലത്തെ ഏരിയ കുറേ ചൈനയുടെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത കശ്മീരിൻ്റെ പോർഷൻസിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു K2 റേഞ്ച് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കാരക്കോരം റേഞ്ചിൽ ബേസിക്കായിട്ട് 3 ഏരിയയാണ് പറഞ്ഞത്. ഒന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ കുറേ പോർഷനുണ്ട്. പിന്നെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ അക്സൈച്ചിൻ എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ്. ചൈനയുടെ കീഴിലുള്ള ചൈനീസ് ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ പോർഷനാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ലഡാക്കിൻ്റെ കുറച്ച് പോർഷൻ. ഇങ്ങനെ 3 ടെറിട്ടറി ആയിട്ടാണ് ഈ കാരക്കോരം റേഞ്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാപ്പ് ചെയ്യാൻ ബേസിക്കായിട്ട് പഠിക്കുക, എവിടെയാണ് അതിൻ്റെ ഒരു ബേസിക് ലൊക്കേഷൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്, അല്ലെങ്കിൽ എന്താണ് മെയിൻ ഹിമാലയാസിൻ്റെ ഭാഗമല്ല. അത് നേരത്തെ ഹിമാലയ ആ പ്ലേറ്റ് ഒന്ന് ഇടിച്ച് മെയിൻ ഹിമാലയ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായതാണ് കാരക്കോരം ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അടുത്ത് പഠിക്കാനുള്ള ഒരു ടേമാണ് പാസസ് എന്ന് പറയുന്നത്. പാസസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ മൗണ്ടൻ. അപ്പോൾ ആ മൗണ്ടൻ നമുക്ക് ആ മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത്ര മൗണ്ടൻ ആയതുകൊണ്ട് ഇത്രയും വലിയ ടെറൈൻ ആയതുകൊണ്ട് തന്നെ അത് കയറി പോകാൻ ഭയങ്കര പാടാണ്.
അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി പാസേജ് ഒരുക്കുന്ന സ്ഥലങ്ങളാണ് പാസുകളെന്ന് പറയുന്നത്. ഈ പാസുകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൗണ്ടൈൻ്റെ ഒരു സൈഡിലുള്ള ചില ഓപ്പണിംഗ് പോലത്തെ പോർഷൻ ആയിരിക്കും. അവിടെ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വളരെ എളുപ്പമായിരിക്കും. ഈ മൗണ്ടൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കടക്കേണ്ടി വരില്ല, അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റും. അങ്ങനെയുള്ള പാത്ത് വേസ് അല്ലെങ്കിൽ പാസേജുകളാണ് നമ്മൾ പാസസ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പാസസിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. പണ്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് പാസ്സാണ് ബോളൻ പാസ്, ഖൈബർ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസുകളിലൂടെയാണ് ഫോറിൻ അല്ലെങ്കിൽ ഇൻവേർഡേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ഇൻവേഷൻ സിസ്റ്റം പോലെ ഇന്ത്യയിലോട്ട് നടക്കുന്നതും ഇപ്പോൾ ഈ അലക്സാണ്ടർ വന്നതായാലും അങ്ങനെയുള്ള ഫോറിൻ ഇൻവേഷൻസ് എല്ലാം നടക്കുന്ന ഈ ഖൈബർ പാസ്, ബോളൻ പാസ് വഴിയാണ്. കാരണം അത് അവർക്ക് കടക്കാൻ എളുപ്പമാണ്. ഇന്ത്യയിൽ ഇത്രയും വലിയ മലകളുണ്ടായാലും ആ സ്ഥലത്തൂടെ വരാൻ എളുപ്പമാണ് പാസുകളിലൂടെ. ഓക്കെ, അതുപോലെ കാരക്കോരത്ത് ഒരു പാസ്സുണ്ട്, അതിനെയാണ് കാരക്കോരം പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് കാരക്കോറവുമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത് രണ്ടാമത് പഠിക്കേണ്ടതാണ് ലഡാക്ക് റേഞ്ച്. ഓക്കെ, ലഡാക്ക് റേഞ്ച് എന്താണെന്ന് പഠിക്കുക. ലഡാക്ക് റേഞ്ചുള്ള ഈ ലഡാക്കിൻ്റെ ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷനാണ്. ഇവിടെ റെയിൻഫാൾ വളരെ കുറവാണ്, ഒട്ടും മഴ കിട്ടാത്ത ഏരിയയാണ്. അവിടെ നമുക്കറിയാം ലഡാക്കിൽ ലെഹ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ വെറും 8 സെൻറ്റിമീറ്റർ റെയിൻഫാൾ മാത്രമേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം, ലഡാക്കിൽ ലെഹ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോൾഡ് ഡെസേർട്ടൊക്കെ ഉള്ള ഏരിയയാണ് നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്കിൽ തന്നെ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ -40 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ അടുത്ത് പറയാനുള്ള വേറൊരു പാസ്, ലഡാക്കിലുള്ളൊരു പാസ്സാണ് ഖർഡുങ്ല പാസ്. നമ്മൾ കാരക്കോറത്തിൻ്റെ ഒരു പാസ് പഠിച്ചു, കാരക്കോരം പാസ്. അടുത്ത് ലഡാക്കിൻ്റെ പാസ് ഖർഡുങ്ല പാസ്സാണ്. അത് ഹയസ്റ്റ് മോട്ടറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാവിഗബിൾ ആയിട്ടുള്ള നമുക്ക് വണ്ടിയിലൊക്കെ പോകാൻ പറ്റുന്ന ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പാസ് തന്നെയാണ് ഈ ഒരു ഖർഡുങ്ല പാസ്. 5602 മീറ്ററിന് അത്രയും ഹൈറ്റിലാണ് ഈ പാസ് ഉള്ളത്. പിന്നെയുള്ള അവിടെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൈബാണ് ചാങ്പ ട്രൈബ്. ചാങ്പ ട്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലഡാക്ക് റേഞ്ചുമായിട്ട് അല്ലെങ്കിൽ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുക. അവിടെ പശ്മിന ഗോട്ടുണ്ട്, പശ്മിന ഗോട്ടിലുള്ള ഊളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ലഡാക്ക് റേഞ്ചുമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലഡാക്ക് റേഞ്ച് അവിടെ കോൾഡ് ഡെസേർട്ട് ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ അത് ഏകദേശം 370 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ലഡാക്ക് റേഞ്ച്. അടുത്ത മൂന്നാമത്തെ, ഇതും ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്. ആദ്യം പറഞ്ഞ കാരക്കോരം ആയാലും രണ്ടാമത് പറഞ്ഞ ലഡാക്ക് ആയാലും ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്. മൂന്നാമത്തെയാണ് സാസ്കാർ റേഞ്ച്. ഓക്കെ, സാസ്കാർ റേഞ്ച് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഉള്ളത് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ കാരക്കോറം ഈ 3 സ്ഥലം POK, എക്സൈച്ചിൻ, ലഡാക്ക്. രണ്ടാമത് പറഞ്ഞ ലഡാക്ക് റേഞ്ച് ലഡാക്കിലാണ് കംപ്ലീറ്റ്ലി. അടുത്ത് മൂന്നാമത് പറഞ്ഞ സാസ്കാർ റേഞ്ച് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ സാസ്കാർ റേഞ്ച് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാസ്കാർ റേഞ്ചിലിരിക്കുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ കാർഗിൽ വാർ നടന്ന കാർഗിൽ സെക്ടറൊക്കെ ഉള്ളത് സാസ്കാർ റേഞ്ചിൻ്റെ അടുത്താണ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻസ്. ഇവിടെ ഈ ഒരു ബോർഡറായിട്ടൊക്കെ വരും. ഓക്കെ, അതായത് ലഡാക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്, ഈ ബോർഡറിൻ്റെ കുറച്ച് അകത്തോട്ട് കയറി വരും. അതാണ് കറക്റ്റ് ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ സാസ്കാറിൻ്റെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ സാസ്കാറിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇത് ലഡാക്ക് റേഞ്ച്, ഇത് സാസ്കാർ റേഞ്ച്. അപ്പോൾ ഇവരുടെ ഇടയ്ക്കൂടെ പോകുന്ന നദിയാണ് ഇൻഡസ് നദി. അവിടെ കൂടെ ഒരു ഫ്ലോ ഉണ്ട് ഇൻഡസ് നദിക്കെന്ന് മനസ്സിലാക്കുക. റിവർ സിസ്റ്റം ഞാൻ പിന്നെ വേണമെങ്കിൽ മാപ്പ് ചെയ്ത് തരാം, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഇൻഡസ് നദി പോകുന്ന സമയത്ത് ഇൻഡസ് നദി എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ മാനസരോവറിൽ നിന്നൊക്കെയാണ് വരുന്നത്. കൈലാസ് റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇൻഡസ് നദി ഉത്ഭവിച്ച് വന്ന് ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ ലഡാക്ക് റേഞ്ചിനെ സാസ്കാർ റേഞ്ചിനെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇൻ ബിറ്റ്വീൻ ലഡാക്ക് ആൻഡ് സാസ്കാർ. ഓക്കെ, അപ്പോൾ ഇത് 3 റേഞ്ച് നമ്മൾ പഠിച്ച കാരക്കോറം, ലഡാക്ക് റേഞ്ച്, സാസ്കാർ റേഞ്ച്, ഇത് 3ഉമാണ് എന്തിൻ്റെ പാർട്ട്? ട്രാൻസ് ഹിമാലയാസിൻ്റെ പാർട്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഹിമാലയാസിൻ്റെ പാർട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മെയിൻ ഹിമാലയാസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും മുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ മെയിൻ ഹിമാലയാസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഗ്രേറ്റ് ഹിമാലയാസ്, 2 മിഡിൽ ഹിമാലയാസ്, 3 ശിവാലിക്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രേറ്റ് ഹിമാലയാസ് നോക്കാം. ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ പാർട്ട് നോക്കാം. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് നംഗ പർവ്വതത്തിൽ നിന്നാണ്, തീരുന്നത് നാംച ബർവായിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നംഗപർവ്വതം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ഏരിയ ആയിട്ട് വരും, അതായത് ഇവിടെ ആയിട്ട് വരും നംഗപർവ്വതം എന്ന് വയ്ക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് വരും നംഗപർവ്വത്, ഇവിടെ നാംച പർവ്വതം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഹിമാലയൻ റേഞ്ച്, ഗ്രേറ്റ് ഹിമാലയാസ് ഉള്ള വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു റേഞ്ചാണ്. ഇങ്ങനെ വരെ പോകും. അത് നേപ്പാളിൽ കൂടെയൊക്കെ കുറച്ച് അതിൻ്റെ പോർഷൻസ് ഉണ്ട് നമുക്കറിയാം. എവറസ്റ്റൊക്കെ അവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അവസാനം ഇത് തീരുന്ന എവിടെയാണ്? നാംച ബർവയിലാണ് ഇത് തീരുന്ന ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച്. ഏകദേശം 2400 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഗ്രേറ്റ് ഹിമാലയാസുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക ബേസിക് മാപ്പിങ്ങിൽ. അടുത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ മിഡിൽ ഹിമാലയാസ് ആണ്.
മിഡിൽ ഹിമാലയാസ് പക്ഷേ ഇത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നില്ല, കുറേ പൊട്ടലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് മിഡിൽ ഹിമാലയാസിൻ്റെ. അതിനെ പീർ പാഞ്ചൽ റേഞ്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, പീർ പാഞ്ചൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ഇവിടെ കാശ്മീരിൽ ഇതിൻ്റെ കുറച്ച് പോർഷനുണ്ട്. ബാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് പോർഷനുള്ള ജമ്മു ആൻഡ് കാശ്മീരിലാണ്. പിന്നെയുള്ള പോർഷൻ ഹിമാചൽ പ്രദേശിലും കുറച്ച് പോർഷൻസ് ഉണ്ട്. അതാണ് പീർ പാഞ്ചൽ എന്ന് പറയുന്നത്. പീർ പാഞ്ചലിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഗുൽമർഗ്, സോൺമർഗ്, ലാഹുൽ, സ്പിത്തി, കുല്ലു വാലി. ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും. അതുപോലെ ഗുൽമർഗ്, സോൺമർഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഗ്രാസ് ലാൻഡുകളാണ്. ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കായിട്ട് എന്താണ്, ആ ഒരു ഡെസേർട്ടിനും ഒരു ഫോറസ്റ്റ്, ഇപ്പോൾ ഫോറസ്റ്റ് ആണെന്ന് വയ്ക്കുക, ഇത് ഡെസേർട്ടാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയ ആയിരിക്കും, അതായത് എൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടൈപ്പ് വെജിറ്റേഷനാണ് ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ ഉള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ സോൺമർഗ്, ഗുൽമർഗ്. അപ്പോൾ ഇത് പീർ പാഞ്ചലിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ പീർ പാഞ്ചൽ റേഞ്ചുമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് മനസ്സിലാക്കുക എന്ന് അടുത്ത് രണ്ടാമത്തെ പീർ പാഞ്ചൽ മിഡിൽ ഹിമാലയസിൻ്റെ പാർട്ട്. അടുത്ത് രണ്ടാമത്തെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്, ഇതിനെ ധോളധർ റേഞ്ച് എന്ന് പറയും. ഇത് ഹിമാചൽ പ്രദേശിലാണുള്ള, ഇത് ധോളധർ റേഞ്ചാണ്. ധോളധർ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ പീർ പാഞ്ചലിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ ഒരു ഒരു പൊട്ടൽ പോലെ വന്നിട്ട് ഇപ്പുറത്താണ് ബ്രേക്ക് വന്നിട്ട് ഇപ്പുറത്താണുള്ള റേഞ്ചാണ് ധോളധർ റേഞ്ച്. ഇത് മിഡിൽ ഹിമാലയസിൻ്റെ പാർട്ടാണ്. ഇത് പീർ പാഞ്ചലിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇവിടെയാണ് ഷിംല ഉള്ളത്. ഷിംല എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലം ഇവിടെയാണുള്ളത്. ഓക്കെ, അടുത്തുള്ള ഉത്തരാഖണ്ഡിൽ ഇതിൻ്റെ തന്നെ രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നാഗ് ടിബയും, രണ്ടെന്ന് പറയുന്നത് മൊസോറി റേഞ്ച്. ഓക്കെ, ഇവിടെ നോട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ലൊക്കേഷൻ നോക്കുക മാപ്പിൽ. ഈ ഉത്തരാഖണ്ഡിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇവിടെ രണ്ടെണ്ണം, നാഗ് ടിബയും പിന്നെ അതുപോലെ തന്നെ മൊസോറി റേഞ്ചും. ഇത് മിഡിൽ ഹിമാലയസിൻ്റെ എക്സ്റ്റൻഷനാണ്. നാഗ് ടിബ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ്. നമുക്കറിയാം ബുഗ്യാൾ എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ്, ഒരു ടൈപ്പ് ഗ്രാസ് ലാൻഡാണ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഓക്കെ, ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ നമുക്കറിയാം, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് ട്രോപ്പിക്കൽ റീജിയൻ എന്നും അതിന് മുകളിലോട്ടുള്ള നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ടെമ്പറേറ്റ് റീജിയനിൽ വരുന്ന ഗ്രാസ് ലാൻഡ് ടൈപ്പ് വെജിറ്റേഷനാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അത് ഉത്തരാഖണ്ഡിലാണുള്ളത്. അതാണ് 7. എട്ടാമത്തേന്ന് പറഞ്ഞാൽ മൊസോറി റേഞ്ച്, ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന മൊസോറി റേഞ്ചും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അതാണ് 7ഉം 8ഉം. അടുത്ത് 9ാമത്തെ എന്ന് പറയുമ്പോൾ ഇത് നേപ്പാളിലുള്ളതാണ്. നേപ്പാളിലുള്ള ഇതിൻ്റെ പേര് മഹാഭാരത് റേഞ്ച് എന്നാണ് നേപ്പാളിൽ വിളിക്കുന്നത്. മഹാഭാരത് റേഞ്ചിൽ തന്നെയാണ് കാഠ്മണ്ഡു വാലി ഉള്ളത്. ഓക്കെ, കാഠ്മണ്ഡു വാലി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഗ്രേറ്റ് ഹിമാലയാസിൻ്റെയും ഇപ്പം ഞാൻ പറഞ്ഞ മഹാഭാരത് റേഞ്ചിൻ്റെ ഇടയ്ക്കുള്ള വാലിയാണ് കാഠ്മണ്ഡു വാലി എന്നൊരു പോയിൻറ്റും കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഇതുവരെ മഹാഭാരത് വരെ എത്തി. അടുത്ത് അവസാനമുള്ളൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ഹിമാലയസിൻ്റെ അവസാനത്തെ എക്സ്റ്റൻഷനാണ് സിക്കിമിലുള്ള ഡോങ്ക്യ ഹിൽസ്. അതായത് 10 എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഡോങ്ക്യ ഹിൽസ്. ഈ ഡോങ്ക്യ ഹിൽസ് എന്ന് പറയുന്നത് സിക്കിമിലാണ് എന്നുള്ളതും മനസ്സിലാക്കി. അത്ര മനസ്സിലാക്കിയാൽ മതി, കൂടുതലില്ല. അപ്പോൾ അത്രയാണ് മിഡിൽ ഹിമാലയാസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ശിവാലിക് റേഞ്ചാണ്. ശിവാലിക് റേഞ്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ശിവാലിക്കിന് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഓക്കെ, അത് ഞാൻ മാപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ ഇവിടെ പതുക്കം എഴുതിയിട്ടുണ്ട്. ഇത് 11, അടുത്ത് ഇവിടെ കുറച്ച് ഏരിയ 12, പിന്നെ അടുത്ത് 13 ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഏരിയ വരും. അതാണ് ഈ ഏരിയ ഇതുവരെയൊക്കെ പോകും. അങ്ങനെ 3 പാർട്ടായിട്ട്, അതായത് ഇത് വെസ്റ്റേൺ ഏരിയയാണ്, ശിവാലിക്കിൻ്റെ വെസ്റ്റേൺ പാർട്ടാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവാലിക്കിൻ്റെ തന്നെ കുറച്ച് ഈസ്റ്റേൺ പാർട്ടുണ്ട്, അത് ഇവിടെ ഇങ്ങനെ വരും, മിഡിൽ പാർട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് മൗണ്ടൻസ്, അതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ് അഥവാ പൂർവാഞ്ചൽ മൗണ്ടൻസ് എന്ന് പറയും. ഇവിടെയൊക്കെയുള്ള കുറേ മൗണ്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ശിവാലിക്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് വെസ്റ്റേൺ സെഷനുണ്ട്, ഒന്ന് മിഡിൽ സെഷനുണ്ട്. ഈ മിഡിൽ സെഷൻ്റെ പ്രത്യേകത അത് പ്ലെയിൻസ് ആണ്. ഓക്കെ, കുറച്ചുകൂടെ പ്ലെയിൻ ഏരിയാസാണ് ആ മിഡിൽ സെഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അവസാനമുള്ള വെസ്റ്റേൺ സെഷൻ അത് പൂർവാഞ്ചൽ ഹിൽസ് അഥവാ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെസ്റ്റേൺ സെക്ടർ നോക്കാം. വെസ്റ്റേൺ സെക്ടറിൽ തന്നെ 3ആയിട്ട് പറയാം. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ഹിൽസ് എന്ന് പറഞ്ഞ പോർഷനാണ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്. പഞ്ചാബിൻ്റെ പോട്ട്വാർ റീജിയനും ഈ ഒരു ശിവാലിക്കിൻ്റെ പാർട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത് മൂന്നാമതുള്ളതെന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഡ്യൂൺ ഏരിയ, ഡെറാഡൂൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡിലുള്ള. അപ്പോൾ ഡ്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് വാലിയാണ്, കുറേ ഹിൽസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന വാലി ടൈപ്പ് റീജിയനാണ് ഡ്യൂൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡ്യൂൺ പോലത്തെ ഏരിയാസും ഉണ്ട്. ഇത് 3ആണ് വെസ്റ്റേൺ സെക്ഷനിൽ 3ആയിട്ടുള്ളത്. ഒന്ന് ജമ്മു ഹിൽസ്, 2 പഞ്ചാബിലുള്ള പോട്ട്വാർ റീജിയൻ ഉണ്ട്, പിന്നെ അതുപോലെ ഡ്യൂൺ ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് 3 കൂടെയാണ് ശിവാലിക്കിൻ്റെ ഏറ്റവും താഴെയുള്ള വെസ്റ്റേൺ സെഷൻ. അടുത്ത് മിഡിൽ സെഷൻ ഇവിടെ വരുമ്പോൾ ബേസിക്കായിട്ട്
വരുന്നതാണ്. ഒരു പ്ലെയിൻ റീജിയനാണ്. ഈ പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ മൗണ്ടൻ പോലത്തെ ഏരിയ കുറഞ്ഞ് പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന ഹരിദ്വാറിലാണ്. അപ്പോൾ ഹരിദ്വാറിൽ നമുക്ക് ഗംഗ നദിയുടെ അടുത്ത് നിന്ന് നമ്മൾ മുങ്ങുമ്പോൾ ഹരിദ്വാറിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മലകളൊക്കെ കാണാം. ഓക്കെ, ജമ്മു ഹിൽസ് ആയാലും പഞ്ചാബ് ഏരിയയിലെ ഡ്യൂൺ റീജിയൻസ് ഒക്കെ ഹരിദ്വാറിൽ നിന്ന് കാണാൻ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന. പ്ലെയിൻ റീജിയനെ കുറിച്ച് ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ദുവാർ റീജിയനാണ്. ദുവാർ, ഈ ഈസ്റ്റ് ഏരിയ ഇവിടെ പറയാം ദുവാർ എന്നാണ്. പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ദുവാർ. മറ്റേത് ഡ്യൂൺ, വെസ്റ്റിൽ കൂടുതലായിട്ടുള്ള ഡ്യൂൺ ഏരിയയാണ്. കുറച്ച് പോട്ട്വാർ റീജിയന് പിന്നെ ജമ്മു ഹിൽസും ഉണ്ടെങ്കിൽ കൂടുതലും ഡ്യൂൺ ഏരിയയാണ് അവിടെ ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ഈ പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ദുവാർ ഏരിയ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കുക ദുവാർ. അടുത്ത് ഇവിടെ രണ്ടാമത്തെ പ്ലെയിൻ ഏരിയ. അപ്പോൾ നമ്മൾ രണ്ട് സെക്ടർ, വെസ്റ്റ് സെക്ടറും ഈ മിഡിൽ സെക്ടറും പഠിച്ചു. അടുത്ത് ഈസ്റ്റേൺ സെക്ടർ നമുക്ക് പഠിക്കാം. ശിവാലിക്കിൻ്റെ ഈസ്റ്റേൺ സെക്ടർ. അതിനാണ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ അഥവാ മെനി ഹിൽസ്, അഥവാ പൂർവാഞ്ചൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമുക്ക് അരുണാചൽ പ്രദേശിലുള്ള നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഹിൽസ് ഉള്ളതെന്നും കൂടെ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞ നാഗ്ടിപ്പ് ആയാലും മൊസോറി ആയാലും അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഏതാണെന്ന് ആ സ്റ്റേറ്റും കൂടെ കറക്റ്റ് മനസ്സിലാക്കാം. ഈ ലൊക്കേഷൻ നോക്കാം, ഏത് ഹില്ലാണ് ഏത് സ്ഥലത്താണുള്ളതെന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. ഇതെന്ന് പറയുന്ന അരുണാചൽ പ്രദേശ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് 4 എണ്ണം, ആദ്യം പറയുന്നത് 5 എണ്ണം. അത് അരുണാചൽ പ്രദേശിലുള്ളതാണ്. ഇത് ഡാഫ്ല ഹിൽസ്, അടുത്ത് മെരി ഹിൽസ്, അടുത്ത അബോർ ഹിൽസ്, അടുത്ത് മിഷ്മി ഹിൽസ്, പിന്നെ 5ാമത്തെ പട്കായ് ബോം. ഈ 5 എണ്ണം അരുണാചൽ പ്രദേശിലാണ്. ഇത് ശിവാലിക്കിൻ്റെ പാർട്ടാണ്. ഇത്ര നിങ്ങൾ കറക്റ്റ് പഠിക്കുക. ഓക്കെ, ഡാഫ്ല ഹിൽസ്, മെറി ഹിൽസ്, അബോർ ഹിൽസ്, മിഷ്മി ഹിൽസ്, പട്കായ് ബോം. ഇത് 5 എണ്ണം ഇതിൻ്റെ പാർട്ടാണ്. ഏതിൻ്റെ പാർട്ട്? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ അഥവാ പൂർവാഞ്ചൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശിവാലിക്കിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കാം. ഇത് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത 6ാമത്തെ നാഗ ഹിൽസ്. നാഗാലാൻഡിലുള്ളതാണ് നമുക്ക് ബേസിക്കായിട്ട് അറിയാം. ഈ നാഗാ ഹിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ബോർഡർ, ഇന്ത്യയും മ്യാൻമാറുമായിട്ട് ഒരു ബോർഡറായിട്ട് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഈ നാഗാ ഹിൽസ് എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അകത്താണ് സരമതി പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമുള്ള സരമതി പീക്ക്. ഈ സരമതി പീക്കാണ് ഈ നോർത്ത് ഈസ്റ്റേൺ പൂർവാഞ്ചൽ മൗണ്ടൻസിൽ തന്നെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറഞ്ഞാൽ സരമതി പീക്കാണ്. അതുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് നാഗാ ഹിൽസ്, നാഗാലാൻഡിലാണ്. ഓക്കെ, അപ്പോൾ അത്ര നിങ്ങൾ പഠിക്കുക. അടുത്ത് 7ാമത്തെ എന്ന് പറയുന്നത് മണിപ്പൂരി ഹിൽസാണ്. 7ാമത്തെ മണിപ്പൂരി ഹിൽസ് അത് മണിപ്പൂരിലാണുള്ളത്. ഇതാണ് അതിൻ്റെ സ്ഥലം. പിന്നെ 8ാമത്തെ ഇതെന്ന് പറയുന്നത് ഇത് ലുഷായ് ഹിൽസാണ്. 8ാമത്തെ ലുഷായ് ഹിൽസ് മിസോറാമിലാണ് ഉള്ളത്. ഓക്കെ, ഇതും നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ പൂർവാഞ്ചൽ മൗണ്ടൻ്റെ പാർട്ടാണ്, ശിവാലിക്കിൻ്റെ പാർട്ടാണ്. അടുത്ത 9ാമത്തത് മിക്യൂർ ഹിൽസ്, അത് ആസാമിലാണുള്ളത്. 9ാമത്തെ മിക്യൂർ ഹിൽസ്. 10ാമത്തെ ബെറൈൽ റേഞ്ച്, അതും ആസാമിലാണുള്ളത്. 9ഉം 10ഉം ആസാമിലാണുള്ളത്. ഓക്കെ, മിക്യൂർ ഹിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം റേഡിയൽ പാറ്റേൺ ഡ്രെയിനേജ് ആണ്. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പാറ്റേൺ ഓഫ് ഡ്രെയിനേജ് ഉണ്ട്. റേഡിയൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി പോലെയൊക്കെ വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് എന്താണെന്ന് നമുക്ക് ഉള്ളത് പറഞ്ഞുതരാം. അമർകണ്ടക് എന്ന് പറഞ്ഞ ഹില്ലുണ്ട്, അവിടത്തെയും ഡ്രെയിനേജ് ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ മിക്യൂർ ഹിൽസിൻ്റെ ഡ്രെയിനേജ് ഒരു റേഡിയൽ പാറ്റേൺ ഉള്ള ഡ്രെയിനേജ് ആണെന്ന് മനസ്സിലാക്കുക ബേസിക്കായിട്ട്. പിന്നെ അതുപോലെ 10ാമത്തെ ബെറൈൽ റേഞ്ചും ആസാമാണ്. ഈ മിക്യൂർ ഹിൽസിൻ്റെയും ബെറൈൽ റേഞ്ചിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക. ഇത് മിക്യൂർ ഹിൽസ്, ഇത് ബെറൈൽ റേഞ്ച്. ഓക്കെ, അടുത്ത് ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് വരുന്ന പൂർവാഞ്ചലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൂർവാഞ്ചൽ പാർട്ട് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ പൂർവാഞ്ചലിൻ്റെ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ 3 ഹിൽസ് ഉണ്ട്. ഖാരോ, ഖാസി, ജൈന്തിയാന എന്ന് പറഞ്ഞാൽ മേഘാലയയിൽ 3 ഹിൽസ് ഉണ്ട്. ഇത് പൂർവാഞ്ചലിൻ്റെ പാർട്ട് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് താഴത്തെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ പാർട്ടാണ്. ഇതൊരിക്കലും ഈ പൂർവാഞ്ചൽ ഹിൽസിൻ്റെ അല്ലെങ്കിൽ ഹിമാലയയുടെ പാർട്ടല്ല. ഇവിടെയുള്ള 3 ഹിൽസും ഇത് ബേസിക്കായിട്ട് പറയുമ്പോൾ ഏതിൻ്റെ പാർട്ടാണ്? പെനിൻസുലർ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇവിടെ താഴെയുള്ള പാർട്ടിൻ്റെ തന്നെ അതിൻ്റെ തന്നെ എക്സ്റ്റെൻഷനാണ് ഇതെന്ന് മനസ്സിലാക്കുക. അത് ഹിമാലയയുടെ പാർട്ടല്ല. ഖാരോ, ഖാസി, ജൈന്തിയ. അപ്പോൾ 11 ഖാരോ, 12 ഖാസി, 13ാമത്തെ പോർഷൻ ജൈന്തിയ. ഇതിൽ ഖാസി റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന ചെറാപുഞ്ചി, മൗസിൻഡ്രാം പോലത്തെ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഹിൽസൊക്കെ ഒരു ഫണലിൻ്റെ ഷേപ്പായിരിക്കും ഇരിക്കുന്നത്. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഹിൽസാണ് എന്ന് ഇവിടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കൂടെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ മൗണ്ടൻ സിസ്റ്റം, അതായത് ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ ഹിമാലയൻ മൗണ്ടൻസിൽ പഠിച്ചാൽ മതി. ഇനി താഴെ പെനിൻസുലർ മൗണ്ടൻ സിസ്റ്റം വേറെ ഉണ്ട്, റിവർ സിസ്റ്റം ഉണ്ട്, ബാക്കിയുള്ള പ്ലെയിൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് റീജിയൻസ് ഉണ്ട്, അതൊക്കെ കുറേ ഉണ്ട് മാപ്പിംഗ്. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അവസാനം റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.